Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സേ ബാച്ചിൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, സേ ബാച്ചിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 1 വീക്കായി. സോ ഇനി ആർക്കെങ്കിലും ചേരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയണം കേട്ടോ, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തിയറി ഓറിയൻറ്റഡ് പേപ്പറാണ്. സോ കുറച്ചുകൂടെ ടൈം എടുത്ത് സ്ലോലി നമുക്കത് പഠിച്ച് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഇരുന്നിരിപ്പിൽ തന്നെ പഠിച്ച് തീർക്കണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് ഫിനിഷ് ചെയ്യണം എന്നൊന്നും ആലോചിച്ചിരിക്കരുത്. ബിക്കോസ് ഇത് സ്ലോലി ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്? ചാപ്റ്റർ സമ്മറിയാണ്, അതായത് എല്ലാ ചാപ്റ്ററും എന്താണ്, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിലി അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആണ് ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ്. എല്ലാ ഹെഡിങ്സിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ സബ് ഹെഡിങ്സിൻ്റെ ഡെഫിനിഷനും മെയിനായിട്ട് പഠിക്കാൻ കൂടെ ശ്രമിക്കുക. നമ്മളെല്ലാ ഹെഡിങ്ങും തൊട്ട്, അതായത് നമ്മുടെ ലെസൻ്റെ ഹെഡിങ് എന്താണോ അതെന്താണെന്നുള്ളത് പഠിക്കുക. നെക്സ്റ്റ് ആണ് ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൻസേഴ്സ് എന്ന് നിങ്ങൾ കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ആണ് ടേബിൾസും ഫ്ലോ ചാർട്ടും. ആ ഒരു ടെക്സ്റ്റിലുള്ള കംപ്ലീറ്റ് ടേബിൾസും ഫ്ലോ ചാർട്ടിന് ഒരു ഐഡിയ വേണം. സോ എന്ത് ചെയ്യണം, ഇതെല്ലാം വരച്ച് പഠിക്കാൻ കൂടെ ശ്രമിക്കുക. അപ്പോൾ ടേബിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എക്സാം ഓറിയൻറ്റഡ് ചില ടേബിൾസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് പഠിക്കാൻ കൂടെ ശ്രമിക്കണം. നമ്മളുടെ അടുത്ത സബ്ജക്റ്റാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് നോർമലി പറയുകയാണെങ്കിൽ നമുക്കറിയാം, കുറച്ച് തിയറി അതുപോലെ കുറച്ച് ഗ്രാഫ്, കുറച്ച് പ്രോബ്ലംസ് എല്ലാം കൂടി ഇൻക്ലൂഡായി വരുന്നൊരു പേപ്പറാണ് എക്കണോമിക്സ്. സോ അതിനും ടൈം എടുത്ത് തിയറി കംപ്ലീറ്റ് ചെയ്യുക, ദെൻ പ്രോബ്ലംസ്, പിന്നീട് ഗ്രാഫും കാര്യങ്ങളും, അങ്ങനെ ടൈം എടുത്ത് വേണം നമുക്കിവിടെയും പഠിക്കാനായിട്ട്. സോ എക്കണോമിക്സിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിൻ്റെയും ഡെഫിനിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, അത് എവിടേക്കൊക്കെയാണ് യൂസ് ആയിട്ട് വരിക, അങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾ ഡീറ്റെയിലി നോക്കണം. ദെൻ അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റാണ് അല്ലേ, ഓരോ കോൺസെപ്റ്റും എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും മലയാളത്തിലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്. എല്ലാ ഇക്വേഷൻസിൻ്റെ ഐഡിയ വേണം. സോ അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, വൃത്തിക്കൊരു പേപ്പർ എടുക്കുക, ദെൻ എല്ലാ ഇക്വേഷൻസ്, ചാപ്റ്ററിൻ്റെ ഹെഡിങ് കൊടുക്കുക, ഇക്വേഷൻ എഴുതുക, അങ്ങനെ എല്ലാ ഇക്വേഷൻസും പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതി വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവരവിടെ ഒരു മാർക്കെങ്കിലും തരാതെ ഇരിക്കില്ല. ഓക്കെ, ദെൻ ടേബിൾസ് ആൻഡ് ഡയഗ്രാംസ് അല്ലേ. നമ്മുടെ എക്കണോമിക്സിൽ ഒരുപാട് ഡയഗ്രാംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടേബിൾസും വരുന്നുണ്ട്. സോ ഇതെല്ലാം വൃത്തിക്ക് നോക്കണം. ഇപ്പോൾ ടേബിൾസൊക്കെയാണ് നമുക്ക് നോർമലി അറിയാം അല്ലേ, മാക്രോ മൈക്രോ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് വരുന്നുണ്ട്. ഡയഗ്രാംസ് ആണെങ്കിൽ 2 സെക്ടർ എക്കോണമി, അപ്പോൾ ഇങ്ങനെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് ഡെഫിനറ്റ് ആയിട്ട് പഠിക്കാൻ കൂടെ ശ്രമിക്കണം. നെക്സ്റ്റ് ആണ് ഗ്രാഫ്. ഒരു വൈഡ് ഏരിയ തന്നെ ഉണ്ടല്ലോ എക്കണോമിക്സിൽ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ക്ലിയർലി ഒരു ഐഡിയ വേണം. എല്ലാ ഗ്രാഫും നിങ്ങൾ പഠിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ കുറച്ച് പേപ്പേഴ്സ് എടുക്കുക, ഗ്രാഫ് ഓരോ സബ്ജക്റ്റ് അല്ല, ഓരോ ലെസണിനും ഹെഡിങ് കൊടുക്കുക, ദെൻ ഗ്രാഫ് വരയ്ക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം നിങ്ങൾ ഈ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആണ് അക്കൗണ്ടൻസി. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസിയിൽ എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഓരോ അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. ഫോർമാറ്റ് മീൻസ് എത്ര കോളം ഉണ്ട് അങ്ങനെയുള്ളതല്ല, പകരം അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വരിക, എവിടേക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാ ഫോർമാറ്റും ഡീറ്റെയിലി അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആണ് ഇക്വേഷൻസ്. അക്കൗണ്ടൻസിലും ഉണ്ടല്ലേ കുറേ ഇക്വേഷൻസും കാര്യങ്ങളും. കമ്പാരിറ്റീവ്ലി എക്കണോമിക്സിൻ്റെ അത്രയ്ക്ക് ഇക്വേഷൻസ് ഇല്ല എങ്കിൽ പോലും ഉള്ള ഇക്വേഷൻസ് ക്ലിയർ ആയിട്ട് പഠിക്കാൻ കൂടെ ശ്രമിക്കുക. ദെൻ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടുവരുന്ന തിയറി ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട് ശ്രമിക്കുക. കമ്പാരിറ്റീവ്ലി നമുക്ക് അക്കൗണ്ടൻസിൽ വേഗത്തിൽ പാസ്സാവാൻ പറ്റും, കാരണം നമുക്കറിയാം ഏതൊക്കെ പ്രോബ്ലംസാണ് എക്സാമിന് വരിക എന്നുള്ളതൊക്കെ. നെക്സ്റ്റ് ആണ് ടേബിൾസ് അല്ലേ. അക്കൗണ്ടൻസിൽ ടേബിൾസ് കുറവാണ് എങ്കിൽ പോലും ഉള്ള ടേബിൾ ക്ലിയർലി പഠിക്കണം. ബിക്കോസ് എല്ലാ എക്സാമിനും ഒരു ടേബിൾ എന്തായാലും
ഉണ്ടാവുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്. അഗെയിൻ അത് തന്നെയാണ്, ഓരോ കോൺസെപ്റ്റ് എന്താണ്, അതെവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ ചാപ്റ്റർ വൈസ് തിയറി ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ തിയറി വരുന്നുണ്ട്, അവിടെ എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് അറിഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ടേബിൾസ് ആൻഡ് ടാഗ്സ് അല്ലേ, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേബിൾസ്, അതുപോലെ തന്നെ കുറേ ടാഗ്സ് ഉണ്ട്, HTML ടാഗ് പോലെ ഒരുപാട് ടാഗ്സ് ഉണ്ട്. സോ അതിൻ്റെ യൂസ് എന്താണ്, പർപ്പസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ദെൻ ഫോമാറ്റ്സ് ഓഫ് പ്രോഗ്രാംസ്, ഓരോ പ്രോഗ്രാമിൻ്റെയും ഫോമാറ്റ്സ് നോക്കണം. ഇപ്പോൾ C++ൻ്റെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ക്ലിയർലി നോക്കണം. കാരണം എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് സ്ട്രക്ചർ വരയ്ക്കൂ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, വരയ്ക്കൂ മീൻസ് അതൊന്ന് എഴുതി കാണിച്ചാലും മതിയാവും. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ് ആണ്. എഗെയിൻ അത് തന്നെയാണ്, അവിടെ എന്തെങ്കിലും വല്ല കോൺസെപ്റ്റോ കാര്യങ്ങളോ വരുന്നു എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ആണ് പൊളിറ്റിക്സ് അല്ലേ. ചില സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പകരം ഉള്ളതാണ് പൊളിറ്റിക്സ്. അപ്പോൾ പൊളിറ്റിക്സ് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻറ്റ് ടേബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കുക. സോ അത് പഠിക്കുക, ടേബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസ്, ഓരോ തിയറി ക്വസ്റ്റ്യൻസ്, അതായത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വൈഡ് ഏരിയ ആണ്, നമ്മുടെ ബിസിനസ് പോലെ തന്നെ ഫുള്ളി തിയറി ഓറിയൻറ്റഡ് പേപ്പറാണ്. സോ എല്ലാ തിയറി ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. ചാപ്റ്റർ വൈസ് പഠിച്ചാൽ മതി. ഓരോ ലെസണിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 5 ക്വസ്റ്റ്യൻസ് വെച്ച് കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ലെസണിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ലോസ് അല്ലേ, അഥവാ നിയമങ്ങളെ ക്ലിയർലി അറിഞ്ഞിരിക്കണം. ചിലവിടെ എന്തൊക്കെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ ആക്ട് പ്രകാരമാണ്, എന്താണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ക്ലിയർലി ഒരു ഐഡിയ വേണം. നെക്സ്റ്റ് ആണ് നമ്മുടെ മലയാളം എന്ന് പറയുന്നത്. മലയാളം വളരെ ഈസിയാണ് അല്ലേ. മലയാളം നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. എല്ലാ ചാപ്റ്ററും അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയാണ്, ഇതിപ്പോൾ കഥയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, ഏതൊക്കെ ഈവൻ്റ് ഏതൊക്കെ സമയത്ത് നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. നെക്സ്റ്റ് ആണ് ഓതർ നെയിം, അതായത് ആരാണ് എഴുതിയിരിക്കുന്നത്, ഓരോ ലെസണും ആരൊക്കെയാണ് രചിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഐഡിയ വേണം. ദെൻ കാറ്റഗറി ഓഫ് ലെസൺ, അതായത് എന്താണ് ഇപ്പോൾ ഇതൊരു പോയമാണോ, സ്റ്റോറിയാണോ, ലേഖനമാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക. കാരണം എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ എഴുതുമ്പോൾ പറയണം അല്ലേ, ഇതൊരു ലേഖനമാണ് അല്ലെങ്കിൽ ഇതൊരു കവിതയാണ്, അങ്ങനെയൊക്കെ എഴുതാൻ നിങ്ങളെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. നെക്സ്റ്റ് ആണ് ഇംഗ്ലീഷ് ആണെങ്കിൽ എന്താണ്, നമ്മൾ ആദ്യം ഫോർമാറ്റ്സ് പഠിക്കണം. ഇപ്പോൾ ലെറ്റർ ഉണ്ട്, ഡയറി ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യം, നോട്ടീസ്, അതുപോലെ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ എന്തെങ്കിലും കോൺസെപ്റ്റ്, അതായത് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് 2 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് ടീച്ചേഴ്സ് പറയുന്നത്. സോ അതെല്ലാം മനസ്സിലാക്കാം. ദെൻ കാറ്റഗറി, അതായത് പോയമാണോ സ്റ്റോറിയാണോ എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. ദെൻ ആരാണ് എഴുതിയത്, ഓരോ ലെസണും ആരാണ് എഴുതിയത്, ഇത് ഏത് ഭാഗത്തിൽ പെടുന്നു എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾക്ക് ഇങ്ങനൊരു ഐഡിയ വെച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാ സബ്ജക്റ്റും പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായി ലഭിക്കാനായിട്ട് ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.